എനിക്കൊരു പിന്നെ നാടൻ ലുക്കാക്കപ്പെടുന്ന പാടാ. സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും. ഹലോ ഗായ്സ്, നിങ്ങളെല്ലാരും കണ്ടില്ലേ ഈ ശാന്തിവിള ദിനേശ്? ആ ഒരു വ്യക്തി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ അവതാരം ഉണ്ടല്ലോ, സഹായിച്ചവരുടെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു അവതാരം. പേരൊന്നും എടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളും ഇവിടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആരെയാണ് എന്നുള്ളത്. ശാന്തിവിള ദിനേശും പുള്ളിക്കാരനും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ പുള്ളി ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട് ആരായിരിക്കും എന്നുള്ളത്. എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലാവും. എന്തായാലും നമുക്ക് പുള്ളിക്കാരന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നിർത്താൻ പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന നേരത്തെ എന്തൊക്കെ ആയിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ച് പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പം നിങ്ങൾ അതുകൊണ്ട് അയക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി. ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ട്. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട.
ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പേരെടുത്ത് പറയുന്നില്ല. ഇപ്പം ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതാരെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്നുള്ളത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് വന്നോട്ടെ, പുള്ളി തന്നെ അത് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വലിയ സെലിബ്രിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, ദുബായിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആർക്കും അറിയില്ല ദുബായിലൊക്കെ പോയി എന്താണ് കാണിക്കണേന്നുള്ളത്. അതും പ്രത്യേകിച്ച് ദുബായിലൊക്കെ ബാറിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പ്രമോഷനും അതും ഇതൊക്കെയാണെന്നാണ് ചില വ്യക്തികളൊക്കെ പറയുന്നത്. അറിയത്തില്ല, എന്തായാലും അവിടെ ഉള്ളവർക്കേ അറിയത്തുള്ളൂ. അതായത് ഈ ദുബായിലൊക്കെ ഉള്ളവർക്കേ അറിയാവുള്ളൂ അവിടെ എന്താണ് ശരിക്കും പോയിട്ട് ഇതുപോലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. വലിയ സെലിബ്രിറ്റി അല്ലേ, നമ്മളൊന്നും ആരും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പിന്നെ അത് വലിയ കുറ്റം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നേരെ ഇങ്ങ് വരും. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ശാന്തിവിള ദിനേശ് ഈ ഒരു കാര്യത്തിൽ പുള്ളിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും, അത് പുള്ളി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വ്യക്തി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രേണുവിനെ ഇപ്പൊ കണ്ട കല്യാണം കഴിഞ്ഞെന്നോ 2 പിള്ളേരുടെ അമ്മയാണെന്നോ ഒന്നും പറയില്ല. എന്നാലും പള്ളിന്ന് വിളിക്കുന്ന തെണ്ടിയുണ്ട് ഇതിന്റെ ഇടയ്ക്ക് കമന്റ് ഇടുന്ന തെണ്ടി പള്ളി. എന്റെ ഹെയറൊക്കെ എടുത്ത് കണ്ടായിരുന്നു. വയറല്ലോ വയറെ കാണിക്കുന്നു. നീ ഇവിടെ രഹസ്യമായിട്ട് അവിടെ ഓടി വരുന്നേക്കുന്നേ.